എന്തിനാ നോക്കുന്നത്? നിങ്ങളെന്നും അയാൾക്ക് വേണ്ടെന്ന്. ഓ, നിങ്ങൾക്ക് പ്രായം തീരെ കുറഞ്ഞു പോയെന്ന്. എന്തോന്നാ നമ്മളെ വേണ്ടെന്ന് ആ സാറ് പറഞ്ഞു. വെറുതെ അല്ല അയാൾ വേണ്ടെന്ന് പറഞ്ഞത്. ഓ, കുറച്ചെങ്കിലും നല്ല ചെറുപ്പക്കാരും കൂട്ടത്തിൽ വേണം പപ്പേട്ട, അല്ലെങ്കിൽ അതിന് 700 800 ശമ്പളം കൊടുക്കണം. 300 400 ഇങ്ങനത്തെ തെണ്ടികളെ കിട്ടുള്ളൂ. ഹലോ, സേഫ് സെക്യൂരിറ്റി സർവീസ് ഹിയർ. അതെ, ക്യാപ്റ്റൻ പപ്പനാണ് സംസാരിക്കുന്നത്. തിയേറ്ററിന്നോ? സെക്യൂരിറ്റിക്കാരനെ കാണാനില്ലല്ലോ. ദൈവമേ, ഏത് ചെകുത്താനെയാണോ കണി കണ്ടത്? എന്താ സാർ വല്ലാതിരിക്കുന്നേ? ആ തിയേറ്റർ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. ഷോ തുടങ്ങുന്ന സമയത്ത് സെക്യൂരിറ്റിക്കാർ തിയേറ്ററില്ല. അന്വേഷണം വെളിയിൽ നിന്ന് ബ്ലാക്കിൽ ടിക്കറ്റ് വെക്കുന്നു. അത് നല്ലതല്ലേ? നമ്മളോ ശമ്പളം കൊടുക്കുന്നില്ല, ആ വഴിക്കെങ്കിലും അവർക്ക് കുറച്ച് കാശ് കിട്ടട്ടെ. റോസ്മേരി, എന്തോ ഒന്നുമില്ല. ഇത് നാളെയല്ലേ സാലറി ഡേറ്റ്, അതിന്റെ ലിസ്റ്റാ. ദൈവമേ, ബാങ്കിൽ എത്ര രൂപ കാണും? അത് 2000 കാണും. ഇനി ഞാൻ വിചാരിച്ച ഒരു രക്ഷയില്ല. അകത്തോണ്ട് കൊടുക്ക്. മിസ്റ്റർ ഹരിഹരൻ അകത്തുണ്ടല്ലോ. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. എന്താ കാര്യം? അത് എന്താ സെക്യൂരിറ്റി ആവശ്യമുണ്ടോ? വീട്ടിലേക്കോ ഓഫീസിലേക്കോ ഷോപ്പിലേക്കോ? ഡേ നൈറ്റ് ആണോ അതോ രാത്രി മാത്രം മതിയോ? അതിന് പറ്റിയ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഇനി ലേഡീസ് ഹോസ്റ്റലിലേക്കാണെങ്കിൽ പക്വതയുള്ള ആൾക്കാർ വേറെ ഉണ്ട്. എനിക്ക് മിസ്റ്റർ ഹരിഹരനെയാ കാണേണ്ടത്. അയ്യോ, അദ്ദേഹം പാർട്ണറാണ്. സെക്യൂരിറ്റി പണിക്കൊന്നും ക്യാപ്റ്റൻ പോവില്ല. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം, ഒരു പേഴ്സണൽ കാര്യത്തിനാ. അയ്യോ, ഞാനും പാർട്ണറാണ്. എന്നോട് പറഞ്ഞാ പോരെ? അദ്ദേഹത്തിനോട് നേരിട്ട് പറയേണ്ടതാ. അദ്ദേഹം അകത്തോണ്ട് ചെന്നാട്ടെ. അപ്പൊ ഞാൻ സ്വപ്നം കണ്ടത് നേരെ തന്നെ. സ്വപ്നോ? നിങ്ങൾ എന്താ പറയുന്നത്? ഒന്നുമില്ല, ഞാൻ എന്റെ വേറൊരു കാര്യം ഓർത്തു പോയതാ. അകത്തോണ്ട് ചെന്നാട്ടെ. ആരെങ്കിലും വരുമ്പോ ഇങ്ങനെ വളഞ്ഞൊടിച്ച് നിന്നോളും. നേരെ നിൽക്കടോ. ആനം കിടത്ത. ഒന്ന് കാണായിരുന്നു. സാർ, സാർ, ഒരാള് കാണാൻ. നല്ല ഉറക്കം. എങ്ങനെയാ വിളിച്ചുണർത്തുന്നത്? അത് ശരി, ഉറക്കമാണോ? ഒരാള് വന്നിക്കണെന്ന്. അത് പിന്നെ ഇന്നലെ രാത്രി സെക്യൂരിറ്റിക്കാരോട് ചുറ്റാൻ പോയിട്ട് ഉറങ്ങാൻ താമസിച്ചു. നിങ്ങൾ ആരാ? എന്താണ്? അഡ്വക്കേറ്റ് ഹരിദാസ് ഫോൺ ചെയ്തിരുന്നില്ലേ? ഒരു ക്ലൈന്റ് കാണാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. അത് നിങ്ങളാണോ? സെക്യൂരിറ്റിയുടെ വല്ല പ്രോബ്ലം ആണെങ്കിൽ പപ്പനോട് പറഞ്ഞാൽ മതി. അയ്യോ, അതൊന്നുമല്ല, അതൊക്കെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. അല്ലേ മാഡം? ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യ. പപ്പ, മനസ്സിലായി കഴിഞ്ഞു. റോസ്മേരി. എന്തോ? ഓക്കെ. ഇപ്പൊ വരും. എന്നെ കൊണ്ടാവുന്ന എന്തെങ്കിലും ആണെങ്കിൽ. ക്യാപ്റ്റൻ വന്നല്ലോ. മാലിനി പോവാതെ ഞാൻ പിടിച്ചു നിർത്തുകയായിരുന്നു. എന്താ മാലിനി? വരൂ. നീ എങ്ങോട്ടാ? അല്ല, ഡിസ്കഷൻ വേണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. വാ. എല്ലാവർക്കും പറയാൻ രഹസ്യങ്ങളേ ഉള്ളൂ. അല്ല, എന്നോട് ആർക്കും ഒന്നും പറയാനില്ലേ? എന്തോ? ഒന്നുമില്ല. ആരാത്? തോന്നിയതായിരിക്കും. ഒരു കോള് വന്ന് എത്തി നോക്കിട്ട് അതേപടി തിരിച്ചുപോയി. ആ പെണ്ണിനെ കണ്ടുപിടിച്ച് വല്ല വിധേയനെ ഇത്തിരി കാശുണ്ടാക്കാന്ന് വിചാരിച്ചതാ. എന്തോന്ന് അയ്യേ? വൃത്തിയിട്ട പരിപാടിയുണ്ടാ? അയ്യോ, ഇത് ബ്രോക്കർ പണിയല്ല പെണ്ണെ. അപ്രത്യക്ഷമായ പെണ്ണ് പ്രത്യക്ഷപ്പെട്ടെന്ന്. അയ്യോ, ഏത് പെണ്ണ്? നമ്മൾ അന്വേഷിച്ചുകൊണ്ട് നടന്ന പെണ്ണ്.
ആ നമുക്കത്രയും ജോലി കുറഞ്ഞല്ലോ. ജോലി കുറയുകയല്ല, നമ്മുടെ ഉള്ള ജോലി പോകും. നമ്മുടെ ഇപ്പൊ മനസ്സിലായല്ലോ നിന്റെ സ്വപ്നത്തിന്റെ വില. ഇനി മേലാൽ നീ സ്വപ്നം കണ്ടിട്ട് രണ്ട് കണ്ട് ഞാൻ കുത്തിപ്പൊട്ടിക്കും. അതല്ലേ കുഴപ്പം. ഇന്നലെയും കണ്ടുവരണം എന്തോന്ന് വേറൊരു പെണ്ണ്. അവന്റെ കൊന്നുകള ഞാൻ. ഹലോ, സേഫ് സെക്യൂരിറ്റി സർവീസ് ഹിയർ. ഹരിഹരനല്ല, പപ്പനാണ് സംസാരിക്കുന്നത്. ആരാണ് സംസാരിക്കുന്നത്? നേരിട്ട് സംസാരിക്കണമെന്നോ? ഓ ശരി, കൊടുക്കാം. ആരാ? ഒരു പെണ്ണ്. അയ്യോ, സ്വപ്നമല്ല. ഹലോ, ആ നമ്മളിപ്പോ നേരിട്ട് കണ്ടതല്ലേ? അത്യാവശ്യമാണോ? ശരി, കാണാം. ഞാൻ പറഞ്ഞില്ലേ, എന്റെ സ്വപ്നം സഫലമാകാൻ പോകുന്നു. ഒന്ന് വേഗം കെട്ടിക്കേ. ഇതൊക്കെ എന്തിനാ സാറേ? ഇതൊക്കെ വേണം സാറേ. പോലീസിനും പട്ടാളത്തിനും ഡോക്ടറിനും വക്കീലിനും ഉള്ളതുപോലെ ഡിറ്റക്റ്റീവിനും വേണ്ടേ ഒരു ഐഡന്റിറ്റി? ഉഗ്രനായിട്ടുണ്ട്. ഇന്ത്യക്ക് ഈ കുരങ്ങളിക്ക് ഞാൻ എങ്ങനെ നിന്ന് തരുമെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ഒരു പിടുത്തവും കിട്ടാത്തത്. അതൊക്കെ പിന്നെ പറഞ്ഞുതരാം. തൽക്കാലം നമുക്ക് ആ പെണ്ണ് ജോലി ചെയ്യുന്ന ഹോട്ടലിലേക്ക് ഒന്ന് പോവാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരൊറ്റ ആളോട് ഒരക്ഷരം ഞാൻ മിണ്ടില്ല, ഒരു കാര്യത്തിലും ഇടപെടുകയില്ല. വേണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ക്യാപ്റ്റൻ എന്റെ കൂടെ നിന്ന് തന്നാ മതി, സംഗതി ക്ലീൻ. രാജി എന്ന പേരിൽ ഒരു പെണ്ണിവിടെ ജോലിയിലില്ല. ഓഹോ, ഇപ്പൊ ഇവിടെ ജോലിയിലുള്ള പെണ്ണുങ്ങളുടെ പേരൊക്കെ പറഞ്ഞേ. എന്ത് കാര്യത്തിനാ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്? നിങ്ങൾ പറഞ്ഞ പേരിലുള്ള ഒരു പെൺകുട്ടി ഇവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇപ്പോൾ ഇല്ലെങ്കിൽ വേണ്ട, മുമ്പുണ്ടായിരുന്നോ ചോദിച്ചത്. ഇത്രയൊക്കെ വിസ്തരിച്ച് ചോദിക്കാൻ താനാരാ? ഞാൻ ആരെങ്കിലും ആവട്ടെ, ചോദിച്ചതിന് സമാധാനം പറ. അങ്ങനെ ഒരുത്തി ഇവിടെ ഉണ്ടായിരുന്നോ ഇല്ലെന്നോ ചോദിച്ചത്? വല്ലവന്റെ സ്ഥാപനത്തിൽ കയറി മെക്കെട്ട് കയറുന്ന പിടിച്ച് പുറത്താളടായി ഞാഞ്ഞൂല്ലേ? ഞാഞ്ഞൂല് നിന്റെ തന്തയാടാ. തന്തയ്ക്ക് വിളിക്കുന്നടാ. അയ്യോ അയ്യോ, അടിക്കരുത്. ഇറങ്ങി പോടാ. അയ്യോ, അടിക്കരുത്. ഓഫീസിൽ കയറി വന്ന് തോന്നിയാസം കാണിക്കുന്നു. വിടണം സാർ. സാർ പാവാണ് സാർ, ഞാൻ നോക്കില്ല സാർ, ഞാൻ നോക്കില്ല സാർ, പാവാണ് സാർ. സാർ, ആ വിളിച്ചോണ്ട് പോയ ആളെ എനിക്കറിയാം. അയാളൊരു സെക്യൂരിറ്റി ഏജൻസി നടത്തുന്ന ആളാ. തീർന്നില്ലേ നിന്റെ അന്വേഷണവും ഗവേഷണമൊക്കെ? കയ്യോ കാലോ പിടിച്ച് കാര്യം സാധിക്കേണ്ടതിന് പകരം തലേ കയറി ആരെങ്കിലും സമ്മതിക്കോടാ? എന്നെ ഞാഞ്ഞൂലെന്ന് വിളിച്ചപ്പോഴാ ഞാൻ മിണ്ടിപ്പോരുത്. കാല് പിടിച്ച് പറഞ്ഞാൽ നമുക്ക് ഈ വക ഇടപാടിലൊന്നും ചെന്ന് ചാടണ്ടാന്ന് സമ്മതിക്കല. അപ്പൊ അവന് CID കളിക്കണം. ഹലോ, സേഫ് സെക്യൂരിറ്റി സർവീസ് അല്ല, ഇത് ഭ്രാന്ത് ആശുപത്രിയാണ്. വയ്യടാ പോണ അവിടെ മതിയായില്ലടാ. ബഹുമാനം മനസ്സിലാ വേണ്ടത്, കയ്യുമേലല്ല. ഓക്കേ? സല്യൂട്ട് അല്ല ഇവിടെ പ്രശ്നം. വാക്സിൻസ് ഒക്കെ കിട്ടിയില്ലേ? എവിടെ? ഉണ്ണിക്കുട്ടൻ, ഉത്തരാമചരിതം, മനോരാജ്യം, ടോംസ്, പൂമ്പാറ്റി എവിടെ? അടിയിലുണ്ട് സാർ. അടിയില്ല, ഇവിടെ. ആ മിടുക്കൻ. കൈ കൊടുക്ക്. സമയായിട്ടില്ല, പിന്നെ തരാം. ഈ പാവാര സാറിനൊരു പരാതി നേരിട്ട് തരാൻ വേണ്ടി വന്നിരിക്കുക. എന്നിട്ട് പരാതി എവിടെ? സാർ, ഇതൊന്ന് പിടിച്ചേ. പോലീസ് സ്റ്റേഷനിലേക്ക് കണ്ട മുതുക്ക പരാതി കൊണ്ടുവരണേ. അല്പം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ സാറിന് പരാതി ഇഷ്ടമല്ലെന്ന്? വരൂ വരൂ വരൂ, കമാൺ. അവൻ അത്തരത്തിൽപ്പെട്ട ആളൊന്നുമല്ല. അതേന്നേ, ഞങ്ങൾ പഴയ സുഹൃത്തുക്കളല്ലേ, നമ്മുടെ ആളാന്നേ. കാര്യം അവിടെ വന്നിട്ട് പറയാന്ന് പറയും. കാര്യമൊക്കെ അവിടെ വന്നിട്ട് പറയാം. അവനിവിടെ ഇരിപ്പുണ്ടെന്നേ. ആ വെക്കട്ടെ. താൻ എന്തിനുണ്ട് ഇവിടെ കിടന്ന് തവള കളിക്കണേ? താൻ എന്തിനാണ് ചിരിക്കണേ? ഇത് കണ്ടാ പിന്നെ എങ്ങനെയാണ് സാറേ ചിരിക്കാതിരിക്കുന്നത്? വയസ്സും പ്രായം നോക്കിയില്ല, ചിലപ്പോ വീട്ടിൽ പോയിരിക്കുന്നവരും. ഡിപ്പാർട്ട്മെന്റിൽ സ്വസ്ഥത കിട്ടില്ല എന്ന് വെച്ചാൽ ഇതെന്തത്? താൻ എന്നെ പഠിപ്പിക്കണ്ട. എപ്പ ഇന്ന ആവണം, എപ്പ ഔട്ട് ആവണം, അതെനിക്കറിയാം. തൊപ്പി തെറിക്കരുത്. ആരോടാടോ ആ CI ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? ആർക്കറിയാം സാർ, ഏത് നേരവും ഇത് തന്നെയാ പണി.
ഒന്നുകിൽ ഫോണിന്റെ അടുത്തായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പരിചയക്കാർ കാണും കൂടെ. ഒരു പണിയെടുക്കൂല. സാറ് കടന്നുപോയത് അറിയാഞ്ഞിട്ടൊന്നല്ല, ഭയങ്കര പുച്ഛമാ സീനിയേഴ്സിനോട്. സാറില്ലാത്ത സമയത്ത് സാറിനെ കഴുതാന്നും ചെറ്റാന്നും ഒക്കെ ആ സംബോധന ഭയങ്കര നകളിപ്പാ. അയാളോട് വരാൻ പറയും. യെസ് സാർ. ഓഹോ. സാർ പാല്. പാലൊന്നും എനിക്ക് വേണ്ട ചങ്ങാതി, ഞാനിതൊന്ന് വായിക്കട്ടെ. അതൊന്നും എടുക്കടോ. ഹലോ ഹലോ ഓ ഹലോ. ഓ, ഇയാള് നിനക്ക് തൊള്ളുറക്കണേ. സാർ ഒന്നും കേൾക്കുന്നില്ല. ഇവിടെ ബെല്ലടിക്കണ്ട അതിലല്ലേ. ഇതോ ആ, ഹലോ. ഇതില് കേൾക്കുന്നുണ്ട് സാർ. എന്താ കാര്യം ചോദിക്കടോ. എന്താ കാര്യം? ഡിവൈഎസ്പി സാറോ ഇവിടെ ഉണ്ടല്ലോ? അയ്യോ, ഇവിടെ ഇല്ല. വായിക്കാനേ സമ്മതിക്കണില്ലോ ഈ പിശാചുക്കള്. ആ, പിശാചെന്ന് കേട്ട് പേടിക്കൊന്നും വേണ്ട. സാർ ആസ്ട്രേലിയയിലൊരു ജീവിയാണ് പിശാച്. അതെന്താ അവിടെ മാത്രം ഇങ്ങനെ പിശാച് വന്നേ? സാർ പിശാചുക്കൾ ഒരുപാട് ഉണ്ടെങ്കിലും സാർ, അയ്യോ, കുറെ നേരമായി ഞാൻ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഡിപ്പാർട്ട്മെന്റിലെ ഫോൺ കണ്ണി കണ്ടവരോട് സൊള്ളി സമയം കളയാനുള്ളതല്ല. എപ്പ നോക്കിയാലും ആ ഫോൺ തന്റെ ചെവി തന്നെയാണല്ലോ. പിന്നെ റിസീവർ എവിടെയാണ് സാർ റിസീവർ പിടിക്കുന്നത്? തന്റെ കാലിന്റെ എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? വേണ്ട, ആരായിരുന്നു തന്റെ കൂടെ ഉണ്ടായിരുന്നത്? എന്റെ ഒരു സുഹൃത്തായിരുന്നു. എന്നെ പോലെ വിവരവും കഴിവുള്ള സീനിയേഴ്സിനെ പുച്ഛിച്ച് സംസാരിച്ചില്ലെങ്കിൽ തനിക്ക് ഉറക്കം വരില്ല അല്ലേ? ഇല്ല സാർ. എന്താ പറഞ്ഞേ? അല്ല, പുച്ഛിച്ച് സംസാരിക്കാറില്ല എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. താനിപ്പോ ഏത് കേസാണോ അന്വേഷിക്കണേ? ക്രൈം 27/1991. അതെന്തിട്ട് കേസാണോ? ഫയൽ കൊടുത്തുകൂടാ? തറക്കുത്തരെ പറയൂല്ലേ? ചോദ്യം അങ്ങനെ ആയാൽ തപ്പോടോ. ഉം. ആ. എൻ്റെ അമ്മേ, പിടിക്ക്. Don't touch me. സാറിന് വല്ലതും പറ്റിയോ? പോടോ. ഓ, എന്തൊരു ഹെന്മാണ്.